സിയും ഗവൺമെൻറ്റും ചേർന്നിട്ടുള്ളതാണ്. എന്നാൽ NTPC കുറച്ചു കാലമായിട്ട് ടെർക്കിൽ നിന്ന് അവർ പൊതുവെ ഗവൺമെൻറ്റിൽ നിന്നെല്ലാം പിൻവാങ്ങുന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി ടെർക്കിൽ നിന്നും പിൻവാങ്ങുന്ന കാര്യം ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയും NTPC ചെയർമാനും വ്യവസായ മന്ത്രി മറ്റു ഉദ്യോഗസ്ഥർ ഇവരെല്ലാമായി യോഗം ചേർന്നിരുന്നു. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നല്ല രീതിയിൽ തന്നെ ടെർക്കിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മറ്റ് സഹകരണങ്ങൾ NTPCയുടെ ഭാഗത്ത് തുടരുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം ഇതിനു മുൻപ് കോവിഡ് കാലഘട്ടത്തിലുണ്ടായ പല പ്രതിസന്ധികളെ തുടർന്ന് കമ്പനിയുടെ ടേൺ ഓവറിൽ കുറവ് സംഭവിക്കുകയുണ്ടായി. എന്നാൽ 2,85,00,000 2.85 crores ലാഭമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 23-24 സാമ്പത്തിക വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത സാമ്പത്തിക വർഷത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും പ്ലാൻ ചെയ്തിട്ടുള്ളത്. മികച്ച രീതിയിൽ ഓർഡറുകളുണ്ട്. എന്നാൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു ക്രൈസിസാണ് ടെർക്ക് നേരിടുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സഹായം നിലയിൽ 40 കോടി രൂപ വായ്പ എടുക്കുന്നതിനുള്ള ഗ്യാരണ്ടി നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സമീപനം അനുസരിച്ച് പബ്ലിക് സെക്ടറുകൾ എടുക്കുന്ന ഗ്യാരണ്ടി പോലും ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ് ലിമിറ്റിനകത്ത് ഉൾപ്പെടുന്ന പ്രതിസന്ധിയുണ്ട്. എങ്കിൽ പോലും ടെർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം അവർക്ക് ബാങ്കിൽ നിന്ന് സ്വീകരിക്കാൻ ഗവൺമെൻറ് ഗ്യാരണ്ടി നൽകി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന ഗവൺമെൻറ് അംഗീകരിച്ച തസ്തികകളെല്ലാം തന്നെ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴി നിയമനം നടത്താനുള്ള നടപടികൾ ഇവർ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പബ്ലിക് സെക്ടർ യൂണിറ്റുകളിലെല്ലാം നിയമനം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അതിവേഗത്തിൽ തന്നെ ഒഴിവുകൾ പൂർത്തീകരിക്കാനായിട്ട് കണ്ടിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി ഒരു 5 കോടിയോളം രൂപയുടെ ലാഭം അടുത്ത വർഷം ഉണ്ടാക്കാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എല്ലാ 3 മാസം കൂടുമ്പോൾ നമ്മുടെ ബ്യൂറോ ഓഫ് പബ്ലിക് ഇൻഡസ്ട്രീസ് ട്രാൻസ്ഫോർമേഷൻ BPT ഈ സ്ഥാപനം സംബന്ധിച്ച് റിവ്യൂ നടത്തുന്നുണ്ട്. പ്രൊഫഷണലായി പ്രവർത്തിക്കുന്ന ഒരു മേൽനോട്ട സംവിധാനമാണ് BPTയുടേത്. അവർ 3 മാസം കൂടുമ്പോൾ റിവ്യൂ നടത്തും. അതാണ് ടെർക്കിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ബാംബു കോർപ്പറേഷനും വലിയ പ്രതിസന്ധിയിലായിരുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ നേരത്തെ GST കളക്ട് ചെയ്യുന്നത് അടയ്ക്കാത്തതുകൊണ്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഗവൺമെൻറ് അതിനാവശ്യമായ സഹായം പ്രത്യേകമായി നൽകി GST പ്രശ്നത്തിൽ നിന്ന് ബാംബു കോർപ്പറേഷന് അതിൽ നിന്ന് പരിഹരിക്കാൻ കഴിഞ്ഞു. വീണ്ടും പ്രൊഡക്ഷനിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും പ്രതിസന്ധി ശക്തമായി തന്നെ സ്ഥാപനം നേരിടുന്നുണ്ട്. ശമ്പളം കൊടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കൂടി പരിഗണിച്ച് ഗവൺമെൻറ് ബഡ്ജറ്റിൽ നൽകിയിട്ടുള്ള ഫണ്ട് ലഭിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന വ്യവസ്ഥയോടുകൂടി ഇപ്പോൾ 1 കോടി രൂപ പ്രത്യേകം ശമ്പളം നൽകുന്നതിന് വേണ്ടി ബാംബു കോർപ്പറേഷന് അനുവദിച്ചിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ സപ്പോർട്ട് കിട്ടുമ്പോൾ അത് തിരിച്ച് നൽകണം എന്ന വ്യവസ്ഥയിലാണ് അത് അനുവദിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു കടുത്ത പ്രതിസന്ധി ആ മേഖല നേരിടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഗവൺമെൻറ് പരിമിതികൾക്കകത്ത് നിന്ന് പരമാവധി സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റിനെ സഹായിക്കുന്നതിന് ചില പരിമിതികൾ ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും സാമ്പത്തിക പരിമിതി യൂണിയൻ ഗവൺമെൻറ് സമീപനം മൂലം സംഭവിച്ചതുകൊണ്ട് ഉദ്ദേശിച്ച പോലെ വർക്കിംഗ് ക്യാപിറ്റൽ സപ്പോർട്ട് നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ KPPL പുതിയ സ്ഥാപനം കേരളത്തിലെ എല്ലാ പത്രങ്ങളും ഇപ്പോൾ KPPLൻ്റെ ന്യൂസ് പ്രിൻ്റ് ഉപയോഗിച്ചിട്ടാണ് എല്ലാ പത്രങ്ങളും തന്നെ അച്ചടിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളും TCC മാത്രമാണ് ഇപ്പോഴത്തെ മാർക്കറ്റിലുണ്ടായ ഇടിവ് മൂലം ഒരു പ്രതിസന്ധി അനുഭവിച്ചിട്ടുള്ളത്. മറ്റെല്ലാ സ്ഥാപനങ്ങളും തന്നെ നല്ല രീതിയിൽ പ്രവർത്തനത്തിലേക്ക് പോയിട്ടുണ്ട്. ഇതാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അതിപ്പോൾ വലിയ പ്രതിസന്ധിയെ നേരിട്ടു. അവർ തന്നെ അത് കമ്പനി ബോർഡിൽ പോയി ലേലത്തിൽ പോകുന്ന സാഹചര്യമുണ്ട്. അതിൽ പോലും അവരാണ് മാനേജിങ് ഡയറക്ടർ, അവർക്കാണ് കൂടുതൽ ഓഹരി എന്നതുകൊണ്ട് ശരിയായ റെപ്രസെൻ്റ് ചെയ്യാൻ പോലും അവർ തയ്യാറായില്ല. ഇപ്പോൾ ഗവൺമെൻറ് വീണ്ടും അപ്പീൽ നൽകാനാണ് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ കരാറിലല്ല എടുത്തിരിക്കുന്നത്, ആ പ്രൈസ് നമ്മൾ കൊടുക്കണം. അതാണ് ഇപ്പോൾ KSEBയിൽ ചർച്ച പ്രൈസ് വേരിയേഷൻ വേണം നമ്മൾ പറയുന്നത്. നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് കോവിഡ് അനന്തരം റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് വല്ലാതെ കൂടും. നമുക്കുള്ള പ്രൈസ് നേരത്തെ നമ്മൾ ടെൻഡർ വിളിച്ചിടുന്നതാണ്, ആ പ്രൈസിൽ കൊടുക്കണം. അപ്പോൾ ട്രാൻസ്ഫോമർ എത്ര കൂടുതൽ കൊടുക്കുന്നോ അത്രയും കൂടുതൽ നഷ്ടമുണ്ടാവും. അതാണ് ഉള്ളൊരു പ്രശ്നം. അത് ഇവരുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതല്ല. പെട്ടെന്ന് കോവിഡിന് ശേഷം റോ മെറ്റീരിയൽ വലിയ വർധനവുണ്ട്. കേരളത്തിലെ മാത്രമല്ല, ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ നന്നായി മാർക്കറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ആന്ധ്രയുടെ, തെലങ്കാന, UP എല്ലാം ട്രാൻസ്ഫോമർ കൂടുന്ന കൊടുക്കുന്നത്. എല്ലാവർക്കും ഇത്തരം പ്രശ്നം നേരിട്ടിട്ടുണ്ട്.
അപ്പോൾ ആ ഘട്ടം മറികടക്കണം. എന്നിട്ടാണ് പിന്നെ വീണ്ടും നമ്മൾ ഇപ്പോഴത്തെ ഓർഡറുകൾ പോകുമ്പോൾ നല്ല രീതിയിൽ പോകാൻ കഴിയുന്നതാണ് കണക്കാക്കുന്നത്. അതിന്റെ ഭാഗമായി നഷ്ടത്തെ ശമ്പളം കൊടുക്കണം, കറണ്ട് ക്യാഷ് കൊടുക്കണം, ഇതെല്ലാം ഗവൺമെന്റിലല്ല ചെയ്യുന്നത്. ഗവൺമെന്റിന് ഒരു പരിധി വരെ പൊതുമേഖലാ സ്ഥാപനം ഫണ്ട് ചെയ്യാൻ പറ്റും, ബാക്കി അവർ ലാഭകരമായിട്ട് പ്രവർത്തിക്കണം. എന്നാൽ പരമ്പരാഗത വ്യവസായത്തെ സംബന്ധിച്ച് നമുക്ക് കുറേ കൂടി ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് കുറേ ഈ ചരിത്രപരമായിട്ടുള്ള ബാധ്യതകൾ കുറേ നിൽക്കുന്നുണ്ട്. നേരത്തെ ഒട്ടും പ്രവർത്തിക്കാതെ ഒന്നും വിൽക്കാൻ പറ്റില്ലായിരുന്നു. GSTയുടെ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടതായിരുന്നു. അത് ഉൾപ്പെടെ മാറ്റിയിട്ടാണ് പ്രൊഡക്ഷനിലേക്ക് പോയത്. വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് വന്നിട്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് ലഭിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി ബംഗാൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് VC-മാരെ നിയമിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം നിർദ്ദേശത്തിന് ഒന്ന് പരിഗണിക്കണം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ സർവകലാശാലകൾ രൂപീകരിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും സംസ്ഥാന ലിസ്റ്റിൽ 30 പ്രകാരം സംസ്ഥാന നിയമസഭകൾക്കാണ് അധികാരം. ഇൻകോർപ്പറേഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് അത് സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. എന്നാൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നത് UGC റെഗുലേഷൻ ഈ സംസ്ഥാന നിയമത്തിന് മുകളിൽ നിൽക്കും. യഥാർത്ഥത്തിൽ അത് ഇനിയും പരിശോധിക്കേണ്ട ഒരു ഭാഗമാണ്. കാരണം സംസ്ഥാന നിയമസഭ ഒരു നിയമം പാസ്സാക്കുമ്പോൾ ലോകസഭ അല്ലെങ്കിൽ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുന്നതും ഭരണഘടനാനുസൃതമായി 3 വായനകൾക്ക് ശേഷമാണ്. സർക്കാരിൻ്റെ ഉത്തരവ് പാർലമെന്റിലെ നിയമസഭ വയ്ക്കുന്നേ ഉള്ളൂ. ഈ റെഗുലേഷനുകൾ അത് ഇതുപോലെ ചർച്ച ചെയ്യുന്നതല്ല. അങ്ങനെ മേശപ്പുറത്ത് വയ്ക്കുന്ന റെഗുലേഷൻ ഇത്ര നാൾ കഴിഞ്ഞാൽ അംഗീകരിച്ചായി പരിഗണിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാത്രം നിയമസഭ പാസ്സാക്കുന്ന ഒരു നിയമത്തിന് മുകളിലാണ് എന്നുള്ള കോടതിയുടെ വ്യാഖ്യാനം തന്നെ ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. നമ്മുടെ ബില്ലുകളെ സംബന്ധിച്ച് ഞങ്ങൾ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള കേസിൽ ഇപ്പോൾ ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കാൻ പോകുന്നു. അപ്പോൾ സർവകലാശാലകൾ പ്രവർത്തിക്കുമ്പോൾ ചാൻസലറാണ്, ഗവർണറല്ല ചെയ്താത്തത്. സർവകലാശാലയിൽ ചാൻസലറേ ഉള്ളൂ. അത് ഗവർണറായ ആളെ നമ്മൾ നിശ്ചയിക്കുന്നത്. നിയമസഭ നൽകുന്ന ഒരു അധികാരം മാത്രമാണ്. അതൊരു പരമാധികാര റിപ്പബ്ലിക്കാണ് എന്ന മട്ടിൽ നമുക്ക് കാണാൻ പറ്റില്ല. നിയമസഭയിലെ പാസ്സാക്കിയ നിയമം നൽകുന്ന അധികാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അതിൽ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. കോടതി വിധിയുടെ വിശദാംശങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇത് സംബന്ധിച്ച് സർക്കാർ കോടതിയുടെ മുൻപിൽ, സുപ്രീം കോടതിയുടെ മുൻപിൽ ബില്ലുകളെ സംബന്ധിച്ച് നിൽക്കുന്നുണ്ട്. അതിൽ കൂടി വ്യക്തത വരുമ്പോൾ കാര്യങ്ങൾ കുറേ കൂടി നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ്